ശരിക്കും ഈ കാണുന്ന രീതിയിലാക്കി എടുക്കാൻ എനിക്ക് ഇച്ചിരി പാട് പെടേണ്ടി വന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു പൈപ്പും കുത്തിവെച്ച് അതിനകത്ത് കുറച്ച് വയറും ജോയിൻ്റ് അടിച്ച് വെക്കുന്നതാണ് അത്ര വലിയ സംഭവം എന്ന് വിചാരിക്കും. ശരിക്കും ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ പഴയൊരവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ 2 പൈപ്പെല്ലാം സെറ്റാക്കി ഇതിനെല്ലാം വയറിനെല്ലാം പൈപ്പിനുള്ളിലാക്കി ഈ കണകുണ തറയിൽ കുത്തി വെച്ചിരുന്ന ലൈറ്റിനെ ഊരി ആ പൈപ്പിനകത്താക്കി. ശരിക്കും ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇവ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നില്ലേ, ഈ വയറെല്ലാം വെറുതെ വാരിയിട്ട് അത് ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഷോക്കടിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിന് സമാധാനം പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മോശമായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് ഈ ഒരു രീതിയിലോട്ടാക്കി എടുക്കാനായിട്ട് എനിക്ക് അത്യാവശ്യം സമയം എടുത്തു കേട്ടോ. അത്യാവശ്യം സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തത്. അപ്പം അത്യാവശ്യം സമയം എനിക്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഈ വയറുകളെല്ലാം മുഴുവൻ കുരുങ്ങി പറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് ഈ മസ്ര തോട്ടം നമ്മളൊന്ന് അടിപൊളിയാക്കി എടുത്ത് കേട്ടോ, ലൈറ്റെല്ലാം ഇട്ട്. പക്ഷേ ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് രാവിലെ എത്താനായിട്ട് സാധിച്ചത്. ഒരു 6 മണിയായപ്പോഴും ഞാൻ എത്തിയപ്പോഴാണ് വെട്ടം ഏകദേശം വന്നു കേട്ടോ, അത് ഇരുട്ടൊക്കെ ഒന്ന് മാറി. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയൊന്നും നമുക്ക് ശരിക്കും കിട്ടാത്തത്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ നല്ല രാവിലെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല ഇരുട്ടൊക്കെ ഉണ്ടെങ്കിൽ തോട്ടം മൊത്തം ലൈറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. മൊത്തം ഇതുപോലെ നമ്മൾ പൈപ്പിനകത്തൊക്കെ ആക്കിയാണ്, ജോയിൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെ ശരിക്കും ചെയ്യണം കേട്ടോ. അല്ലാതെ ഒരുമാതിരി ആക്കോ വേണ്ടി ഓക്കാനിച്ചിട്ട് പോകുന്ന പരിപാടിയൊന്നും ആരും കാണിക്കില്ലെങ്കിൽ കേട്ടോ. നിങ്ങളാരും കാണിക്കില്ലെന്ന് വിശ്വസിക്കുന്നു.